ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിട്ടുള്ള വെർജിൻ പീന കൊളയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മെയിനായിട്ട് തേങ്ങാപ്പാലും അതേപോലെ ടെൻഡർ കോക്കനറ്റും പൈനാപ്പിളൊക്കെ വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിലോ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാൻ 2 കപ്പാണ് കേട്ടോ പൈനാപ്പിൾ പീസസ് ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 കപ്പോളം നമുക്ക് ടെൻഡർ കോക്കനറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ടെൻഡർ കോക്കനറ്റൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് തേങ്ങയുടെ വെള്ളം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5-6 ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ജ്യൂസ് വേണ്ടത്. ഇത്രയും മതി. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. നമ്മളിത് അരിച്ചെടുക്കുന്നൊന്നുമില്ല, ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കുടിക്കുക കേട്ടോ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സൈഡിലെ പീസസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോ പൈനാപ്പിളിൻ്റെ പീസസ് ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.